നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം സാനിറ്ററി ഫിറ്റിംഗ്സിൽ വാട്ടർ ക്ലോസറ്റുകളെ കുറിച്ചായിരുന്നു അല്ലേ? വാട്ടർ ക്ലോസറ്റുകൾ അതുപോലെ തന്നെ ഫ്ലഷിംഗ് സിസ്റ്റമിനെ കുറിച്ചായിരുന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂറിനൽസിനെ കുറിച്ചിട്ടാണെന്ന് നമ്മൾ പറഞ്ഞ് അത് നിർത്തുകയാണ് ചെയ്തല്ലേ? ശരി, നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്കൊന്ന് വരാം. എന്താണ് യൂറിനൽസ്? യൂറിനൽസും ഒരു സാനിറ്ററി ഫിറ്റിംഗിൽ വരുന്ന സംഭവം അല്ലേ? സാനിറ്ററി ഫിറ്റിംഗ്സിൽ വരുന്ന ഒന്നാണ് ഈ യൂറിനൽസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ യൂറിനൽസ് അല്ലേ? ഒരു പബ്ലിക് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ ആണ് ഈ യൂറിനൽസ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലങ്ങൾ. ദ യൂറിനൽ ഈസ് എ ടോയ്ലറ്റ് ലൈക്ക് എ പമ്പിംഗ് ഫിക്സേഴ്സ് ഫോർ യൂറിനേഷൻ ഓൺലി. പക്ഷെ ഇവിടെ യൂറിനേഷൻ മാത്രമേ വരുള്ളൂ. ടോയ്ലറ്റിന്റെ രീതിയിലുള്ളതാണ്, പക്ഷെ യൂറിനേഷൻ മാത്രമാണ് നടക്കുന്നത്. ഇറ്റ് ക്യാൻ take the form of container or simply in a wall with the drainage and automatic or manual flushing. ഇതിൽ ഓട്ടോമാറ്റിക് ഉണ്ട്, അതുപോലെ മാനുവൽ ഫ്ലഷിംഗ് ഉണ്ട്. നിങ്ങൾ കാണുന്നതാണ് ഈ ടൈപ്പിലുള്ള യൂറിനൽസ് അല്ലേ? ഈ യൂറിനൽസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. The urinals are classified as two types, namely ബോൾ ടൈപ്പ്. ഒന്ന് ബോള്, നമുക്ക് ചില ബോൾ പാത്രങ്ങളില്ലേ, ബോൾ പാത്രങ്ങളുണ്ട്. മറ്റൊന്ന് സ്റ്റാൻ ഓർ സ്ലാബ് ടൈപ്പ്. ഓക്കെ, ശരി, നമുക്ക് നോക്കാം ഈ ബോൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇതാണ് ഒരു ബോൾ ടൈപ്പ് കേട്ടോ. ബോൾ ടൈപ്പ് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലെ? ദി ബോൾ ടൈപ്പ് ഹാസ് എ ലിക്വിഡ് ബേസിൻ with a flushing ring fixed at a convenient height at 60 centimeter. അതായത് 60 സെന്റിമീറ്റർ ഹൈറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത്, ഫിറ്റിംഗ് വെച്ചിരിക്കുന്നത്. നമുക്ക് സാധാരണ ഇതിൽ യൂറിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് ഫ്ലഷ്ഡ് ത്രൂ എ ഹാൻഡ് ഓർ സിഫോണിക് ടൈപ്പ് ഫ്ലഷിംഗ് സിസ്റ്റം. ചിലപ്പോൾ കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഒരു സിഫോണിക് ടൈപ്പിൽ നമ്മൾ നേരത്തെ ഫ്ലഷിംഗ് സിസ്റ്റമിൽ നടക്കുന്ന പ്രവർത്തനത്തെ കണ്ടു, അല്ലെങ്കിൽ സിഫോണിക് ആക്ഷൻ അല്ലെങ്കിൽ സിഫോണിക് ടൈപ്പ് അതുപോലെ ഉള്ളതും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സെൻസർ ഒക്കെ ഉള്ള സംഗതിയാണ്. നമ്മൾ പോയി യൂറിനേഷൻ ചെയ്താൽ മാത്രം മതി. ഇത് ബോൾ ടൈപ്പാണ് സാധാരണയായിട്ടുള്ളത് അല്ലെ? ഇനി മറ്റൊന്നാണ് സ്റ്റാൾ ടൈപ്പ്. അതാണ് സ്റ്റാൾ ഓർ സ്ലാബ് ടൈപ്പ്. ഇത് നമ്മൾ സാധാരണ കാണാറുള്ള സ്ലാബ് ടൈപ്പ്. ഓരോരുത്തർക്കും ഓരോ കമ്പാർട്ട്മെന്റ്, ആ കമ്പാർട്ട്മെന്റിൽ ചെയ്യാം. സ്ലാബ് ടൈപ്പ്. ദ സ്ലാബ് ഓർ സ്റ്റാൾ ടൈപ്പ് ദി കംപ്രസൈസ് ഓഫ് എ ഫ്ലാറ്റ് വാൾ സ്ലാബ് വിത്ത് പാർട്ടീഷൻ ഓൺ സൈഡ്. ഓരോന്നും പാർട്ടീഷൻ ചെയ്ത് ഇടും അല്ലേ? ഇറ്റ് ഹാസ് എ ഫ്ലോർ ചാനൽ ടു ഡ്രെയിൻ ഓഫ് ദ ഡിസ്ചാർജ് ത്രൂ എ ട്രാപ്ഡ് ഔട്ട്ലെറ്റ്. This stall type, the urinal range may be flushed by automatic flushing system with a capacity of 10 to 15 liter. അതായത് 10 മുതൽ 15 ലിറ്റർ വരേക്കുള്ള സംഗതികൾ ഉണ്ടല്ലേ, കപ്പാസിറ്റി ഉള്ളതാണ്. ഇതാണ് നമ്മുടെ സ്ലാബ് ടൈപ്പ്. നമുക്ക് ഇപ്പോഴിതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഒന്ന് കണ്ടു. അതായത് എന്താണ് ഒരു യൂറിനൽ എന്ന് പറയുന്നത് നമുക്ക് പറയാം. Urinals. Let us see the practical application of urinals in buildings. Urinal is a bowl or other receptacle typically attached to a wall in a public toilet used for urination only. Urinals are made of glazed earthenware of vitreous china clay. Urinals should be fitted with a minimum clear width of 600 mm between partition walls. For better understanding, we can now see the cross-section of urinals. At the bottom of the urinals, an outlet horn is provided for connecting the urinals to the soil pipe. Okay, നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകാൻ പറ്റില്ലേ?
ഒരു വീഡിയോ ഒന്ന് കാണുമ്പോൾ അത് കറക്റ്റായി അത് മനസ്സിലാക്കാൻ പറ്റും. ശരി, നമ്മളിപ്പോൾ സാനിറ്ററി ഫിറ്റിംഗ്സിൽ നമ്മൾ പഠിച്ച മറ്റൊന്നാണ് യൂറിനൽസ് അല്ലേ. ട്രാപ്പുകൾ പഠിച്ചു, വാട്ടർ ക്ലോസറ്റ് പഠിച്ചു, യൂറിനൽസ് പഠിച്ചു അല്ലേ. ശരി, മറ്റൊന്നാണ് ഇൻസ്പെക്ഷൻ ചെയ്യും. ഇൻസ്പെക്ഷൻ ചെയ്യും. ഓക്കെ, നിങ്ങൾ കാണുന്നതാണ് ഒരു ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ. നമ്മൾ ഇതേ ചിത്രം കുറച്ച് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്റർസെപ്റ്റിംഗ് ട്രാപ്പിൽ നമ്മൾ കണ്ടു അല്ലേ. ശരി, ആ ഇൻസ്പെക്ഷൻ ചേംബറിലും ഇത് തന്നെയാണോ സംഭവിക്കുന്നത്? എന്താണ് ഒരു ഇൻസ്പെക്ഷൻ ചേംബർ എന്ന് പറയുമ്പോൾ? ദി ഇൻസ്പെക്ഷൻ ചേംബർ ഈസ് എ മാഷനറി ചേംബർ സിമിലർ ടു മാൻഹോൾ. നമ്മൾ നേരത്തെ മാൻഹോളിനെ കുറിച്ച് പഠിച്ചു അല്ലേ. മറ്റൊരു ക്ലാസ്സിലൂടെ പഠിച്ചതാണ് മാൻഹോൾ. ഒരു മനുഷ്യനെ ഇറങ്ങിച്ചെന്ന് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറ്റുന്ന സാഹചര്യമാണ് മാൻഹോളിലൂടെ പ്രവർത്തിക്കുന്നത്. സെയിം ആയിട്ടുള്ള സംഗതിയാണ് ഇൻസ്പെക്ഷൻ ചേംബർ. നമ്മുടെ വീട്ടിലേക്കുള്ളതാണ്. നമ്മുടെ വീട്ടിലുള്ള ചിലപ്പോൾ മീൻ്റെ മുള്ള് അല്ലെങ്കിൽ അതുപോലുള്ള എല്ലാ വേസ്റ്റുകളൊക്കെ അങ്ങോട്ട് കയറി പോകും അല്ലേ. ഇതെല്ലാം ഒരുപക്ഷെ അതിന് തടസ്സങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ ഇത് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചേംബറാണ് അല്ലെ. ഇപ്പൊ നമ്മളത് പഠിച്ചു അല്ലെ. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ഓൺ എ ഹൗസ് ഡ്രെയിൻ ടു പ്രൊവൈഡ് ആക്സസ് ഫോർ ദ ക്ലീനിങ്, ഇൻസ്പെക്ഷൻ ആൻഡ് റിപ്പയർ ഓഫ് ദ ഡ്രെയിൻ. ഓക്കെ, ഈ ഡ്രെയിനെ റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ സാധാരണ ഇതിന് ക്ലീൻ ചെയ്യാനോ ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്. The drainage pipe are made U-shaped and open in the inspection chamber. Okay, U-shaped ആയിരിക്കും അല്ലേ പലതിലും. The floor step towards open U-shaped drain. ഇനി ഇതിന് ഒരു കവറുണ്ട്, CI കവർ, അതായത് കാസ്റ്റൈൻ കവറുണ്ട്. ഇനി ഇതിന്റെ സാധാരണ ഇതിലുള്ള ഇതിന്റെ സൈസുകളെ കുറിച്ച് പറയുന്നതാണ് 60 × 75 × 90 സെന്റിമീറ്റർ ഡി. അതായത് ഇതിന്റെ സാധാരണ ഇതിന്റെ നീളവും വീതി 60-75 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഹൈറ്റ് 90 സെന്റിമീറ്റർ ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇതേപോലെ മാസൻ നമുക്ക് സിമെന്റും ഒക്കെ വെച്ച് കട്ടയൊക്കെ കെട്ടി ഇതവിടെ ചെയ്യാം. ഇതാണ് നമ്മൾ ഇൻസ്പെക്ഷൻ ചേംബർ എന്ന് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പറയാം. ഈ കാണുന്നതാണ് ഒരു ഇൻസ്പെക്ഷൻ ചേംബർ അല്ലെ. നമ്മളെ കട്ടയൊക്കെ കെട്ടി വൃത്തിയാക്കി എടുത്തു. അതിന് ഒരു ലൈൻ വരും, മോശമായിട്ടുള്ള വെള്ളം. അത് പല സ്ഥലത്തു നിന്നാണ് വെള്ളം വരുന്ന പല മോശം വാട്ടർ വരുന്നത്, അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറുകൾ പല സ്ഥലത്തു നിന്ന് വരും. എന്നിട്ട് ഇതെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഒരു മെയിൻ സ്ഥലത്തേക്ക് അത് വിടുകയാണ്. ഇതാണ് സാനിറ്ററി ഫിറ്റിംഗ്സിലുള്ള മാറ്റം അല്ലെ. ഇനി നമ്മൾ പഠിക്കുന്നത് വാഷ് ബേസിനാണ്. വാഷ് ബേസിൻ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അല്ലെ. സാനിറ്ററി ഫിറ്റിംഗ് വരുന്നതാണ്. ഇതിന് അബ്ലൂഷൻ ഫിറ്റിംഗ് ഒന്ന് പറയാം. ഓക്കെ, വാഷ് ബേസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് ആദ്യം കാണാം. Wash basins. Let us see the practical application of wash basins in the buildings. A wash basin is a basin generally made up of ceramic ware, typically fixed on a wall or on a pedestal, used for washing hands and faces. For better understanding, we can see the cross-section of wash basins. The wash basins are fixed with a tap at the top for inlet and outlet, which is connected to wastewater pipe. കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ പറ്റി അല്ലേ. ശരി, വാഷ് ബേസിൻ ഷാൽ ബി മെയ്ഡ് ഓഫ് സെറാമിക് വെയർ ഓർ അതർ സ്യൂട്ടബിൾ മെറ്റീരിയൽ. നമ്മൾ നേരത്തെ കണ്ട ഈ സെറാമിക് മെറ്റീരിയൽ, വിട്രിയസ്, ചൈന പോലുള്ള കളിമണ്ണൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്നത് അല്ലെ. ദ വാഷ് ബേസിൻ മേ either be supported on the brackets fixed to the wall. എന്താണ് ബ്രാക്കറ്റുകളൊക്കെ വെച്ചിട്ട് നമുക്കിത് ഈ ഭിത്തിയിലേക്ക് ചേർത്ത് വെക്കണം അല്ലെ. ഭിത്തിയിലൂടെ ഇരിക്കണം. അപ്പൊ അതിലാണ് നമുക്ക് രണ്ട് ബ്രാക്കറ്റിലാണ് ഇത് വെക്കുന്നത്. ഭിത്തിയോട് ചേർത്ത് വെച്ചിരിക്കുന്ന ബ്രാക്കറ്റിലാണ് ഇത് വെക്കുന്നത്. ഇനി പെഡസ്റ്റൽ ഉണ്ട്. പെഡസ്റ്റൽ ആണെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോളൂ. എന്നിട്ടത് ഒരു നിശ്ചിത പൊസിഷനിൽ എടുത്തു വെക്കും അല്ലെ. The top of the rim of the wash basin shall be about 750 to 800 mm.
above the floor level. സാധാരണ രീതിയിൽ ഇത് എത്ര ഹൈറ്റ് ആണ് പറയുന്നത്? 80 സെന്റിമീറ്റർ ആണ് സാധാരണ രീതിയിൽ ഇത് ഹൈറ്റ് വെക്കുന്നത്. 80 സെന്റിമീറ്റർ. ഓക്കെ. ഇനി ഇതിന് നമ്മൾ സാധാരണ ഗതിയിൽ ഇപ്പൊ നിങ്ങൾക്കൊരു ഇതിലൊരു ഹോള് കാണാം അല്ലെ? ഈ ഹോളിന്റെ അടിയിൽ നമ്മളൊരു പ്രത്യേകമായിരിക്കുന്ന ഒരു സാധനം അത് നമ്മൾ കപ്ലിംഗ് എന്നാണ്, വേസ്റ്റ് കപ്ലിംഗ് എന്നാണ് പറയുന്നത്. ഈ വേസ്റ്റ് കപ്ലിംഗിന്റെ അടിയിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ അത് വ്യക്തമായിട്ട് നമുക്കിത് കാണാൻ പറ്റും. ഇതാണ് ഈ വാഷ് ബേസിനായിട്ടുള്ള ഇതൊരു ഒരു കോർണർ ടൈപ്പ് ആയിട്ടുള്ളതാണ്. വ്യത്യസ്ത ഷേപ്പുകളൊക്കെ നമുക്ക് ഈ വാഷ് ബേസിൻ ഇന്ന് അവൈലബിൾ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സിങ്കാണ്. അതായത് അടുക്കളയിലെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതും വിട്രി സ്റ്റൈനുണ്ട്, അതുപോലെ തന്നെ കൂടുതലായിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ദ സിങ്ക്, വാഷ് ബൗൾ, വാഷ് ബേസിൻ ആൻഡ് വാഷ് ഹാൻഡ് ബേസിൻ എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു വാഷ് ബേസിനെ പോലെയൊക്കെ തോന്നും. നമുക്ക് അതിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. Sinks. Let us see the practical example of sinks in kitchen. A sink is a bowl-shaped plumbing fixture used for washing hands, for dishwashing or other purpose. The sinks are most commonly used for dishwashing in kitchens. A sink consists of a tap at the top for inlet of water and drain at the bottom for outlet, which is connected to the wastewater pipe. കാര്യങ്ങൾ അത് വ്യക്തമായി അല്ലേ? ശരി, നമ്മൾ ഇനി ഈ ഫിറ്റിംഗ്സിൽ പഠിക്കുന്ന, അതായത് സാനിറ്ററി ഫിറ്റിംഗ്സിൽ പഠിക്കുന്ന ലാസ്റ്റ് ഭാഗം ബാത്ത് ടബ് ആണ്. നമ്മൾ ഈ കാണുന്നതാണ് ബാത്ത് ടബ്. അതായത് കിടന്ന് കുളിക്കാൻ പറ്റുന്ന ഒന്ന്. കുറച്ച് ക്യാഷ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ഓക്കെ. എന്താണ് ഒരു ബാത്ത് ടബ്? ഈ ബാത്ത് ടബ് അല്ലെങ്കിൽ കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. The large container, holding water in which the person may be bathed. മനുഷ്യന് കുളിക്കാൻ കഴിയുന്ന വെള്ളം കൊള്ളാവുന്ന ഒരു ലാർജ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് അല്ലെ? ഒരാൾക്ക് മുഴുവനായിട്ട് അതിൽ കിടക്കണം അല്ലെ? ദി ബാത്ത് ടബ് ഈസ് യൂഷ്വലി പ്ലേസ്ഡ് ഇൻ ബാത്റൂംസ്. എവിടെയാണ് സാധാരണ വെക്കുന്നത്? നമ്മൾ കുളിമുറിയിലാണ് ഇത് വെക്കുക. അവിടെയാണ് നമ്മൾ കുളിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ മറ്റാവശ്യങ്ങളായിട്ട് ഉപയോഗിക്കാറില്ല. ഇനി ഇതിനൊരു ഷവറും കൊടുക്കും, കാരണം നമുക്ക് വീണ്ടും നന്നായിട്ടൊക്കെ ഒന്ന് കുളിച്ചിട്ടും റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. Until recently, most bathtubs are roughly rectangular in shape, but with the advent of the acrylic thermoformed bath, more shapes are becoming available. പലതരത്തിലുള്ള ഷേപ്പുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. ശരി, മറ്റൊന്ന്, ദി സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബാത്ത്. ഇതിന്റെ സ്റ്റാൻഡേർഡ് ടൈപ്പ് അതിന്റെ സൈസ് 150 സെന്റിമീറ്റർ ലെങ്ത് ആയിരിക്കും, അതുപോലെ 75 mm വിഡ്ത്ത് ആയിരിക്കും. അതിന്റെ ഡെപ്തിനെ സംബന്ധിച്ച് ഏതാണ്ട് 50 എന്ന് പറഞ്ഞ ഒരാൾ മുങ്ങി ചാകാൻ പാടില്ല. ആ ഒരു ടൈപ്പിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ സാധാരണ ഇതിന് ഏതാണ്ട് അതിന്റെ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് 190 ലിറ്റർ വെള്ളമൊക്കെ അതിനകത്ത് കൊള്ളും. ഓക്കെ. അപ്പൊ അതിൻ്റെ ഒരു ചിത്രം നമുക്കൊന്ന് കാണാം. ഈ കാണുന്നതാണ് അതിന്റെ ചിത്രം അല്ലെ? ശരി, ഇതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് ഒരു ബാത്ത് ടബ്? നിങ്ങൾക്ക് എന്ത് ആണ് Bathtub. Let us see the practical structure of bathtub used in buildings. A bathtub is a large container for holding water in which a person may bath. The standard size of bathtub is 152 centimeters length, 75 centimeters wide, and 50 centimeters deep. A standard bathtub can hold 190 liters of water before it overflows. A bathtub consists of tap or showers for inlet, overflow pipe, and the drain valve
connected with the drain pipe for outlet. ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച ചില കാര്യങ്ങളുണ്ടല്ലേ? അതായത് ഈ വെള്ളം നിറഞ്ഞ് കവിയും, കാരണം നമ്മളിവിടെ അതിന്റെ കടക്കാനുണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഒരു ഓവർഫ്ലോ ഒക്കെ വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മിതമായ രീതിയിൽ വെള്ളം മതി. അപ്പൊ ആ ഓവർഫ്ലോ പിടിച്ചു പോകാനുള്ളതുകൊണ്ട് ഇനി ഇനി മറ്റൊരു സംഗതി, പെട്ടെന്ന് വെള്ളം നിറയണം. അതായത് നമ്മളിത് ഓൺ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം നിറയുമെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ വെള്ളം പോകാനും പെട്ടെന്ന് വെള്ളം പോകും. അതായത് ഈ ബാത്ടബിന്റെ ഒരു പ്രത്യേകതയാണ്, വളരെ വേഗത്തിൽ വെള്ളം വരികയും ചെയ്യും, പെട്ടെന്ന് തന്നെ വെള്ളം ഡിസ്ചാർജ് ആവുകയും ചെയ്യും. ഇനി ഇതിന് ഒരു ട്രാപ്പ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പാഠങ്ങൾ നമ്മൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പൊ നമ്മുടെ സാനിറ്ററി ഫിറ്റിങ്സിൽ നമ്മൾ പഠിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെയാണ് സാനിറ്ററി ഫിറ്റിംഗിൽ? വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ സഹായകമാകുന്ന കാര്യങ്ങളായിരുന്നു അല്ലേ? ട്രാപ്പുകൾ, അതുപോലെ വാട്ടർ ക്ലോസറ്റുകൾ, യൂറിനൽസ്, വാഷ് ബേസിൻ, സിങ്ക്, ബാത്ടബ് അല്ലേ? അതുപോലെ ഫ്ലഷിംഗ് സിസ്റ്റം. ഇതെല്ലാം നമ്മളെന്താണ് സാനിറ്ററി ഫിറ്റിങ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ? ഇനി നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ പഠിച്ചിട്ടുള്ള ചില ഭാഗങ്ങളാണ്. ടെസ്റ്റിംഗ് ഓഫ് വാട്ടർ സപ്ലൈ സിസ്റ്റം. ഈ വെള്ളത്തിന് നമ്മൾ ഫിറ്റിങ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മൾ പഠിച്ച ഭാഗങ്ങളാണ്. സ്മോക്ക് ടെസ്റ്റ്, വാട്ടർ ടെസ്റ്റ്, ഈ ഭാഗങ്ങളാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ അലൈൻമെന്റ്, പൈപ്പ് അലൈൻമെന്റ് ആൻഡ് സ്ലോപ്പ്, എത്രമാത്രം അതിന് അലൈൻമെന്റ് കൊടുക്കണം, സ്ലോപ്പ് കൊടുക്കണം, ഇതായിരിക്കും നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സുകളൊക്കെ കൃത്യമായ രീതിയിൽ പഠിച്ചെടുക്കുക, ക്ലാസ്സുകൾ നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.